എല്ലാവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസിയാണ്. താടി കുറയ്ക്കാൻ ഗോതമ്പാണ് നല്ലത്. ഇതിൽ വിശ്വസിച്ച് ഗോതമ്പ് കഴിക്കുന്നവർ കരുതിയിരിക്കണം. ഗോതമ്പ് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു നല്ല ധാന്യമാണ്. എന്നാൽ പലപ്പോഴും ഗുണത്തോടൊപ്പം ചെറിയ ചില ദോഷങ്ങളും ചിലർക്കെങ്കിലും നൽകുന്നു. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഗോതമ്പ് കഴിക്കുന്നവരിൽ അലർജികൾ വർദ്ധിച്ചു വരുന്നതാണ് പല പഠനങ്ങളും പറയുന്നത്. പലപ്പോഴും സാധാരണ ഭക്ഷണ അലർജി പോലെ തന്നെ ഗോതമ്പ് അലർജിയും സംഭവിക്കുന്നു. നല്ലൊരു ശതമാനം ആളുകൾക്ക് ഗോതമ്പ് ദോഷം ചെയ്യുന്നില്ലെങ്കിലും അതിൽ ന്യൂനപക്ഷത്തെ പലപ്പോഴും ഗോതമ്പ് പ്രശ്നത്തിലാക്കാറുമുണ്ട്. ചിലരിൽ അത് ഗുരുതരമായ അവസ്ഥകൾ വരെ സൃഷ്ടിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യ ചികിത്സ നടത്തിയില്ലെങ്കിൽ അത് ജീവന് വരെ ഭീഷണിയാകാറുമുണ്ട്. ദഹന പ്രശ്നങ്ങൾ, ചർമ്മത്തിലെ അലർജി, ശരീരത്തിൽ വീക്കം തുടങ്ങിയവയാണ് സാധാരണ ഗോതമ്പ് അലർജി ഉള്ളവരിൽ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ. കൃത്യമായ രോഗനിർണയം അല്ലെങ്കിൽ അലർജി തിരിച്ചറിയാൻ സാധിച്ചാൽ ഇത് ചില നിയന്ത്രണങ്ങളുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും. അതിനായി ചെറിയ ചില മുൻകരുതലുകൾ ഗോതമ്പ് അലർജി ഉള്ളവർ എടുക്കേണ്ടതുണ്ട്. ദഹന പ്രശ്നങ്ങൾ പല കാരണങ്ങളാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പിറകിലുണ്ട്. എന്നാൽ ഇതിൽ ഗോതമ്പ് മൂലം ഉണ്ടാകുന്ന ദീർഘകാല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിസ്സാരമല്ല. ഗോതമ്പ് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സ്ഥിരമായ വയറുവേദന, വയറിളക്കം അല്ലെങ്കിൽ ഓക്കാനം എന്നിവ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം ലക്ഷണങ്ങൾ വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കാൻ മടിക്കേണ്ടതില്ല. ഗോതമ്പ് അലർജിയുടെ ലക്ഷണങ്ങളിൽ ചിലതാണ് ഇവയെല്ലാം. ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും ഗോതമ്പിന്റെ അലർജി നിമിത്തം സംഭവിക്കുന്നതാണ്. ചിലരിൽ എക്സിമ, തെണീർപ്പ് എന്നിവ ഉണ്ടാകുന്നു. ചിലരിൽ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കാണുമെങ്കിലും ചിലരിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ചർമ്മത്തിൽ തണുപ്പ്, ചൊറിച്ചിൽ, പാടുകൾ അല്ലെങ്കിൽ വീക്കം എന്നിവയാണ് പ്രധാനമായ ലക്ഷണങ്ങൾ. പ്രത്യേകിച്ച് കൈകളിലും മുഖത്തുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളും അലർജിയും ഗോതമ്പിൽ നിന്നും ഉണ്ടാകാം. ഗോതമ്പ് പൊടി ശ്വസിക്കുന്നത് വഴി തുമ്മൽ, മൂക്കിന് അസ്വസ്ഥത, ശ്വാസമുട്ടൽ എന്നിവയും ഉണ്ടാകാം. പലപ്പോഴും ഇവ കഴിക്കുന്നത് വഴിയും ഇത്തരം പ്രതിസന്ധികൾ വർദ്ധിക്കാം. ചില ഗുരുതരമായ അവസ്ഥകളിലേക്ക് അനാഫെലിസിസ്, ശ്വാസോച്ഛ്വാസ തടസ്സം എന്നിവ അവസ്ഥകളും ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് കൃത്യമായി ചികിത്സിക്കേണ്ടതും ഡോക്ടറെ കാണേണ്ടതും തന്നെയാണ്. ക്ഷീണവും ബ്രെയിൻ ഫോഗും പലരും ഉറക്കമില്ലായ്മയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇതിന് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നില്ല. പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും ഗോതമ്പിന്റെ അലർജിയും ഇതിലൊരു പ്രധാന കാരണം തന്നെയാണ്. അലർജിയോടുള്ള പ്രതിരോധ സംവിധാനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അവസ്ഥയിലേക്ക് ശരീരം എത്തുന്നത്. ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തലവേദന, മൈഗ്രെയിൻ തലവേദനയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. ഇത് മൈഗ്രെയിനിലേക്ക് മാറുന്നതിനും അധികം സമയം വേണ്ട എന്നതാണ് സത്യം. എന്നാൽ ഗോതമ്പ് വിഭവങ്ങൾ കഴിക്കുന്നവരിൽ സ്ഥിരമായി ഈ പ്രശ്നം കാണുകയാണെങ്കിൽ അതിനു പിന്നിൽ പലപ്പോഴും ഗോതമ്പ് അലർജി ആയിരിക്കാം. ഇത് കൂടാതെ വായ, തൊണ്ട, നാവ് എന്നീ ഭാഗങ്ങൾ ചൊറിച്ചിലും ചുവപ്പ് നിറവും കാണപ്പെടുന്നുണ്ടെങ്കിലും അത് അലർജിയുടെ സാധാരണ ലക്ഷണങ്ങൾ വരുന്നതാണ്. ഇത് കൂടുതൽ കഠിനമായ ലക്ഷണത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ആവശ്യമായ ചികിത്സ എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ പ്രതികരിക്കാം? ഗോതമ്പിന്റെ അലർജികൾ എപ്രകാരം തടയാം എന്നതാണ് ആദ്യത്തെ കാര്യം. ഇത്തരം അവസ്ഥകൾ നിങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. അതിനുവേണ്ടി ലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ കൃത്യമായി ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കണം. പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്നും ഗോതമ്പ് ഒഴിവാക്കുക എന്നതാണ് പ്രധാന കാര്യം. ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കൂടാതെ പുറത്തു നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നത് കൃത്യമായി നോക്കി മനസ്സിലാക്കണം. പോഷകാഹാരത്തിൽ ഗോതമ്പ് ഒഴികെയുള്ളവ ചേർക്കുക. ഗോതമ്പിന്റെ അഭാവം ഒഴിവാക്കാൻ ചെറുപയർ പോലെയുള്ള പ്രോട്ടീൻ അടങ്ങിയവ കൂടുതൽ ഉൾപ്പെടുത്തുക. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും പ്രോട്ടീനുകളാണ് നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുമ്പോഴാണ് ഗോതമ്പ് അലർജി ഉണ്ടാകുന്നത്. ഗോതമ്പ് അലർജി ഉള്ള ഒരാൾ ഗോതമ്പുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഗോതമ്പ് ഒരു ഭീഷണിയായി അവരുടെ ശരീരത്തിൽ മനസ്സിലാക്കുന്നു. ശരീരം അതിനെ ആക്രമിക്കാൻ ആന്റിബോഡികളെ അയക്കുന്നു. ഈ രോഗപ്രതിരോധ പ്രതികരണം പല ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നു. അവയിൽ ചിലത് ജീവന് തന്നെ ഭീഷണിയാണ്. ഗോതമ്പിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളിൽ ഒന്ന് ചിലർക്ക് ആ ഭക്ഷണം അലർജി ഉണ്ടാക്കും. ഗോതമ്പ് അധിഷ്ഠിത ഭക്ഷണങ്ങളുടെ ഉപഭോഗം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ശരീരം ചുവന്ന് തടിക്കുക, ഛർദി, തെണീർപ്പ്, നീർവീക്കം, അനാഫ്ലെക്സിസ് തുടങ്ങിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്നറിയപ്പെടുന്ന ഗോതമ്പ് അലർജിയുള്ള ആളുകൾ ഗോതമ്പും പ്രോട്ടീൻ, ഗ്ലൂട്ടൻ അടങ്ങിയ മറ്റു ധാന്യങ്ങളും ഒഴിവാക്കണം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.